ഹലോ കേസ് ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു നോർമലായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഒരു റീഡിങ് എന്നതിലുപരി ഒരുപാട് പേരെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. 2026 കയറിയതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ആണ്. ഈ 2026 എങ്ങനെ സർവൈവ് ചെയ്യണം എന്ന് പോലും പലർക്കും അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലർക്കും ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ മേ ബി നടന്നെന്ന് വരില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല. സോ ഇതൊരു കാലചക്രത്തിൻ്റെ ഒരു കറക്കം, അല്ലെങ്കിൽ പുതിയൊരു യുഗം വരുന്നു. ഞാൻ 2026 ഞാൻ ഫസ്റ്റ് 2026 പ്രഡിക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പയ്യേ പോവും, 2026 പയ്യേ പോവും. ഞാൻ നിങ്ങളുടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണുങ്ങളെ കാരണം പെണ്ണുങ്ങൾക്ക് നാണക്കേടുണ്ടാവുന്നൊരു സിറ്റുവേഷൻ വരും. അത് ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ഒരു പെണ്ണ് കാരണം ഒരു സിറ്റുവേഷൻ സംഭവിച്ചു. അതേ കണക്ക് ഞാൻ പറഞ്ഞു, സയൻസാണ്, ഫുള്ള് സയൻസാണ്. ഇനി വരാൻ പോകുന്നത് ഫുള്ള് സയൻറ്റിഫിക്കൽ കളികളാണ്. മേലെ തട്ടി, അതായത് ഡിവൈനാണ്. ഞാൻ അതിനകത്ത് പറയുന്നത് 26 പറയുന്നുണ്ട്, ഡിവൈൻ ടൈമാണ്. തെറ്റുകൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓരോന്നായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരും. കാരണം ഡിവൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം. ഡിവൈൻ ടൈമാണ്, ഡിവൈനാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഡിവൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ മേലിരിക്കുന്ന ആൾക്കാരായാലും ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികൾ തൊലയും, നശിക്കും. രാഷ്ട്രീയ പാർട്ടികൾ നശിക്കും. സ്പിരിച്വാലിറ്റി ടോട്ടലി നശിക്കും. സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റിയൊക്കെ ടോട്ടലി എൻഡ് ആവും. ഡിവൈൻ കളി മാത്രമാവും. ഉന്നതത്തിലിരിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ടും താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാം പോസിറ്റീവ് ആവും, പോസിറ്റീവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാം നെഗറ്റീവ് ആവും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഒന്നും ലൈഫിൽ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ 2026 പ്രഡിക്ഷനിൽ പറയുന്നുണ്ട്. ആണ് പ്രസവിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ആരും വിശ്വസിച്ചില്ല. എങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ആണ് പ്രസവിക്കും. തത്തയും പട്ടിയും കിളികളും എല്ലാം സംസാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് പഴയ യുഗത്തിനെ തിരിച്ചു കൊണ്ടുവരാനും, പഴയ കാര്യങ്ങൾ, കോൺസ്പിറൻസി തിയറി, അതൊക്കെ മാറി മറിഞ്ഞ് വരുന്നൊരു സമയമാണ് അതായത് പല ജനറേഷനാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ നിൽക്കുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ ജനറേഷനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടൊരു ഗോളത്തി ഇട്ടിട്ട് ഇവരിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. പ്രിപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ പ്രിപ്പറേഷൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ സ്പിരിച്വൽ ലൈഫിൽ എനിക്ക് കിട്ടിയ ഇൻറ്റ്യൂട്ടീവിലും എനിക്ക് കിട്ടിയ കാര്യങ്ങളിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു കൊച്ചിനെ നമ്മൾ ആദ്യം ജനിക്കും പറയുന്നത് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾക്കൊരു സാധനം കിടക്കും, വലത്തെ കൈ കൊണ്ട് കൊടുക്കുക. വലത്തെ കൈ കൊണ്ട് കൊടുക്കടാ. അതെന്ത്, ഇടത്തെ കൈ നിൻ്റെ കൈ അല്ലേ? അല്ലെങ്കിൽ ഇടത്തെ കൈയും വെട്ടിക്കളയണം. വലത്തെ കൈക്ക് എന്താണ് പ്രത്യേകത? ഇടത്തെ കൈക്കില്ലാത്ത എന്താണ് വലത്തെ കൈക്ക് പ്രത്യേകത? സോ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എല്ലാം നശിക്കും. പുതിയ യുഗം പിറക്കുകയാണ്. സോ 2026 എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായിരിക്കും 2026. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്തോ. പണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർമാസ് എല്ലാം പൊങ്ങി വരും. നിങ്ങളുടെ വെച്ച് തന്നെ നിങ്ങളുടെ കർമ്മ റിലീസാക്കും. സോ മാക്സിമം തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും സ്പിരിച്വാലിറ്റിയിൽ കയറി കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ സ്പിരിച്വാലിറ്റി കയറുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് നന്നായത്. ഇപ്പോഴും നന്നായെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഭയങ്കര വലിയ സീനാണ്. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര തമാശയായിട്ടും, ഈ ചെറുക്കം വന്നിരുന്നിട്ട് എന്തൊക്കെയൊരു പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ. സോ എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല.
ഞാനൊരു റീഡിങ് എടുക്കാൻ വേണ്ടി വന്നൊരു സംഭവമല്ല. 2026 ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് സിറ്റുവേഷൻസും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ എനർജി മെർജ. എനർജിക്ക് വേണ്ടി ഒരു അടി അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2026 മുന്നേ ഞാൻ 2025 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനർജിക്ക് വേണ്ടിയിട്ട് ഒരു അടി ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും. അതുമാത്രമല്ല ഇനി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മതത്തിൻ്റെ പേരിലൊന്നും ഇനി വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രാജ്യങ്ങൾ തമ്മിൽ അടികളാവും. നമ്മളെ കയ്യിൽ തോക്കോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്നും അടിമകളായിരിക്കും. ആയുധങ്ങൾ ഉള്ള ആൾക്കാരായിരിക്കും കേമന്മാർ. അതായത് എൻ്റെ കയ്യിൽ തോക്കില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ കയ്യിൽ തോക്കുണ്ട്, അവൻ എന്നെ കൊല്ലാൻ പറ്റും സിമ്പിളായിട്ട്. അതിൽ കർമ്മയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതൊക്കെ ഞാൻ എന്തിനു പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. വൻ യുദ്ധം നടക്കാൻ പോകുന്ന സമയത്തിൽ നമ്മളതിൽ ഒന്നുമില്ല. നമ്മളതിൽ തോക്കില്ല, നമ്മളതിൽ മറ്റ് ആയുധങ്ങളില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരിൽ തോക്കുണ്ട്, അണുബോംബുണ്ട്, എല്ലാം ഉണ്ട്. ഞാനിത് ജസ്റ്റ് ചുമ്മാ പറഞ്ഞ് കവർ ചെയ്തെന്നേ ഉള്ളൂ. സോ എനിക്കിതെന്തോ നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നി, എൻ്റെ ഇൻഡ്യൂട്ടിയിൽ തോന്നി പറയാൻ തോന്നി. ആണിനെയും പെണ്ണിനെയും സെക്സ് ചെയ്യുന്ന ഒരു സാധനം വരും ഈ ഭൂമിയിൽ. ആണിനും പെണ്ണിനും ഒരുമിച്ച് കാമം തോന്നുന്ന ഒരു സാധനം വരും ഈ ഭൂമിയിൽ. ഞാൻ പറഞ്ഞില്ല, ഏലിയൻസ് എന്തായാലും വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. 2026 അവസാനത്തോടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു സംഭവങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നെ പ്രാന്തനെന്നൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനു മുന്നേ ചെറിയൊരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. 2026 തുടങ്ങിയ ആ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളെ കൊണ്ട് പെണ്ണുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. എനിക്ക് അതിന് മുന്നേ വരായിരുന്നു, പക്ഷേ ഞാൻ വന്ന് മനഃപൂർവ്വം പറയാൻ തന്നെയാണ്. സോ എനിക്കിത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ എനിക്കും അറിയത്തില്ല. ആ ഒരു ഡിവൈൻ പവർ കൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു എനർജിയാണ്. 2026 ഫുള്ളി സയൻസാണ്. ഫുള്ളി സയൻസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഫുഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇനി മനുഷ്യന് കാണത്തില്ല, ക്യാപ്സ്യൂൾസ് ആയിരിക്കും. അതായത് എനർജി ആയിരിക്കും എല്ലാം. ആഹാരം മനുഷ്യന് വേണ്ട. ആഹാരം എന്ന് പറയുന്ന സാധനം കൊണ്ട് മനുഷ്യന് ഉപയോഗം ഇല്ല. ആഹാരം എന്ന് പറയുന്ന സാധനം കൊണ്ട് മനുഷ്യന് ഉപയോഗമില്ല. പണ്ടൊരാൾ ടാബ്ലറ്റ് കണ്ടുപിടിച്ച സമയത്ത് പറഞ്ഞ് ഇത് ഭയങ്കര പ്രശ്നമാണ്, ഈ ടാബ്ലറ്റ് ഇങ്ങനെ കഴിക്കരുത്. ഇന്ന് മെഡിക്കൽ സ്റ്റോറുകൾ ആൾക്കാർ ക്യൂ ആണ്. അതേ കണക്ക് ഹോട്ടലെല്ലാം പൂട്ടും, എല്ലാം ക്യാപ്സ്യൂൾസ് ആവും. രാവിലെ ഒരു ക്യാപ്സ്യൂൾസ്, വൈകുന്നേരം കുറച്ച് കാലറിയും എനർജിയുള്ള ഒരു ക്യാപ്സ്യൂൾസ്. വെള്ളം കാണും കേട്ടോ, വെള്ളം കാണും. വെള്ളത്തിന് പകരം ഡ്രിങ്ക്സ് ആയിരിക്കും, പച്ചവെള്ളം മാറ്റി ഡ്രിങ്ക്സ് ആകും. സോ സയൻസ് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ കുറേ അധികം മാറ്റങ്ങളുണ്ടാവും. മരങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. നിശ്ചിതമായിട്ടുള്ള ഓക്സിജന് മാത്രമേ മനുഷ്യന് ഇനി കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ആലോചിക്കണേ. ഈ ഓക്സിജൻ നമുക്ക് തരേണ്ട ഓക്സിജൻ്റെ അളവ് വരെ പിടിച്ച് വെക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകും. ഞാൻ പറയുന്നത് എൻ്റെ ചിന്തയിൽ എൻ്റെ ഏജിന് അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു യുഗം കഴിഞ്ഞ ടൈമിൽ ഈ സമയത്ത് കയറിയപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് പറയാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ സംഭവമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്ത് പൊക്കിയോ, വട്ടൻ ആഷിഖ് സുധി ഒരു പ്രാന്തനായി എന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്യാപ്സ്യൂൾസും ഒക്കെ ആയിരിക്കും ഇനി മനുഷ്യൻ കഴിക്കുന്നത്. മനസ്സിലാണ്. മനുഷ്യന് എനർജി നിർത്തണം എന്നുണ്ടെങ്കിൽ ആഹാരം കൊണ്ട് ഒന്നും പറ്റത്തില്ല. ആഹാരം ഒരു ബിരിയാണി നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനർജി കിട്ടത്തില്ല. അപ്പം നിങ്ങൾ കഴിച്ചു നോക്കും, ഒരു ബിരിയാണി കഴിച്ചിട്ട് 10 മിനിറ്റ് മുമ്പ് അത് ദഹിക്കും, നിങ്ങൾക്ക് ആ എനർജി ലോസ് ആവും. ക്യാപ്സ്യൂൾസ് തന്നെ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ടോട്ടലി സയൻസാണ്. പിന്നെ ഈ ഭൂമിയിൽ നിൽക്കുന്നതിനേക്കാളും ബെറ്റർ വേറെ ഗ്രഹത്തിലോട്ട് പോകണം എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസിലുള്ള കളികളും കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങളും വരും. ഞാൻ പറഞ്ഞില്ലേ, എനർജി ഭയങ്കരമായിട്ടും സിറ്റുവേഷൻസ് എല്ലാവരും എനർജിയും ഡ്രൈൻ ആവുന്ന ഒരു സമയത്തിലോട്ടാണ് കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ വെയിൽ, ഉച്ചയ്ക്ക് ചൂട്, ഉഷ്ണം ഭയങ്കരമായിട്ടും കൂട്ടുന്നുണ്ട് ഡിവൈൻസുകൾ. എനർജി എടുക്കാൻ വേണ്ടി പണ്ട് തന്ന എനർജിയൊന്നും അല്ല. രാത്രിയൊന്നും രാവിലെയൊന്നും ഉച്ചയ്ക്കൊന്നും ഇപ്പം ആർക്കും എനർജി കിട്ടുന്നില്ല. അത്രത്തോളം എനർജി ഡ്രൈൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കടന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആർക്കും എനർജി ഇല്ലാത്തൊരു സമയത്തിലോട്ടാണ് കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനർജിക്ക് വേണ്ടി അടി ഉണ്ടാകുന്നൊരു സമയം വരും. പണ്ട് മാനവരാശിയല്ല, പണ്ട് ഈ ജിറാസിക് എങ്ങനെയാണ് പരിണാമം സംഭവിച്ചത്?
ആഹാരം കിട്ടാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു തിന്ന്, അതേ കണക്ക് തന്നെ എനർജി കിട്ടാത്ത സമയത്ത് വേറൊരുത്തൻ്റെ പോയി എനർജി ഊറ്റിയെടുക്കും. അങ്ങനെ 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 മനുഷ്യൻ്റെ അവസാനം ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മനുഷ്യരാശി അവസാനിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ക്യാപ്സ്യൂൾസ് ഇറക്കുന്നത്. ഈ ക്യാപ്സ്യൂൾസ് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ, നിങ്ങൾ ഈ ഫോൺ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ നിങ്ങളുടെ എനർജി വലിച്ച് ഊറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഫോൺ ജസ്റ്റ് എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ആവും, ഭയങ്കരമായിട്ടും ഡിപ്രഷനിലോട്ട് മാറും. നിങ്ങൾ അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് എനർജി കിട്ടത്തുള്ളൂ. സോ അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ചിന്തയിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകും, അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലോട്ട് മാറും. ഫോണിലാണ് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഫുള്ള്. കാരണം അതിലും നിങ്ങൾക്ക് ഒരുപാട് എനർജി കിട്ടുന്നുമുണ്ട്, എനർജി കൊടുക്കുന്നുമുണ്ട്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനത്തെ ഉള്ള ഒരുപാട് സോഷ്യൽ മീഡിയാസിന് നിങ്ങളിന്ന് പണം അങ്ങോട്ട് കൊടുത്ത് മാത്രമേ നിങ്ങൾക്കിനി എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഒരുപാട് പേർക്ക് പണം കൊടുത്തിട്ടുണ്ടല്ലോ, ഇവരെല്ലാവരും ഒരുപാട് പേർക്ക് പണം കൊടുത്തിട്ടുണ്ട്. സോ ആ പണങ്ങളും കാര്യങ്ങളും എല്ലാം ഇവർ എടുക്കും, തിരിച്ച് റിട്ടേൺ എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ 2026 ഇതിൻ്റെ തുടക്കമൊക്കെ വരുന്നത്. പിന്നെ 2027 ആകുമ്പോഴത്തേക്കും അത് നമ്മൾ ഇതാവും. ഇറ്റ്സ് എ ഫാൻറ്റസി വേൾഡ്. ഇതൊരു ഫാൻറ്റസി വേൾഡ് ആക്കി മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആർക്കും ആരെയും ട്രസ്റ്റ് ഉണ്ടാകത്തില്ല, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. തൻ്റെ സോളിനേക്കാളും മറ്റൊരാളെ ജസ്റ്റ് ഒന്ന് സ്നേഹിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന സോള് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മിക്കുള്ള ആൾക്കാരും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് പല രീതിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. എനർജി ലോസ് ഉണ്ടാവും, പല ചിന്തകളുണ്ടാവും, നെഗറ്റീവ്പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, ഓവർ തിങ്കിങ് ഉണ്ടാവും, എനർജി ഡ്രൈനിങ് ഉണ്ടാവും, തലവേദനയായിരിക്കും. അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം, പല സംഭവങ്ങളും കേട്ടിട്ട് ഞാൻ ടിൻ ഫ്ലെയിമാണ്, സോൾമേറ്റാണ്, എൻ്റെ ജേണി പൊക്കിക്കൊണ്ടിരിക്കുന്ന ടിൻ ഫ്ലെയിം ജേണിയിലോട്ടാണ്, സോൾമേറ്റ് ജേണിയിലോട്ടാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എനർജി ഇങ്ങനെ ഡ്രൈൻ ആവുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ എരിയുന്നത് എന്നൊക്കെ തോന്നും. ഒന്നുമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ എനർജി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് വരുമ്പം റിലേഷൻഷിപ്പും നിങ്ങൾ ടോട്ടലി മൂവ് ഓൺ ആക്കും, ഫ്ലോപ്പ് ആക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻസും വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും മാറ്റിയിട്ട് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുമാത്രം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് നിങ്ങളൊരു കറണ്ട് സിറ്റുവേഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജേണി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന എനർജിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ റീഡിങ് നോക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ മൂവ് ഓൺ ടൈം. ഇതൊരു മൂവ് ഓൺ സിറ്റുവേഷനാണ്. നിങ്ങൾ എന്തെങ്കിലും പിടിച്ച് നിർത്തിയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ്, നിങ്ങളുടെ ലൈഫിൽ അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പിടിച്ച് വെക്കാൻ ശ്രമിക്കുന്ന ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കത്തില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ജീവൻ പോലും നമ്മളുടെ കയ്യിലല്ല എന്നുള്ള ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അടുത്ത മൂവ്മെൻറ്റ്, അടുത്ത ഡിസിഷൻ, അടുത്ത തീരുമാനം പോലും നമ്മളുടെ ലൈഫിലല്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിൻ്റെ ജീവിതം, നിൻ്റെ തീരുമാനം വെട്ടിയിട്ട് നിൻ്റെ നിയോഗം ഇസിക്വൽ ടു നിൻ്റെ വിധി. നിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പം നീ ഒരു തീരുമാനം എടുത്ത് നീ ഒരു കല്യാണം കഴിക്കണം, നീ ഒരു തീരുമാനം എടുത്തുന്നുണ്ടെങ്കിൽ നിൻ്റെ വിധി, അത് നിയോഗമാണ്. മുന്നേ നിയോഗിച്ച സംഭവങ്ങളാണ്, മുന്നേ വിധിക്കപ്പെട്ട. എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ബട്ട് നിയോഗം വന്നെത്തിപ്പെടുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അത് ഡിവൈനായിട്ട് ക്രിയേറ്റ് ചെയ്ത്, എല്ലാം ക്രിയേറ്റഡ് ആണ്. ഓക്കെ, എല്ലാം ഡിവൈൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന, ഈ ഭൂമി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസാണ്. ഞാൻ മരിച്ച് ഒരു കുറേ കാലം കഴിഞ്ഞ് എൻ്റെ മോൻ ഇവിടെ വന്നിരുന്ന് റീഡിങ് ചെയ്യത്തില്ല, പക്ഷേ എൻ്റെ പേരമകൻ ഇവിടെ വന്നിരുന്ന് റീഡിങ് ചെയ്യും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പേരമക്കളായിരിക്കും. ഇറ്റ്സ് എ ലൂപ്പ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആവും എന്ന് എനിക്കറിയത്തില്ല. അത് ജന്മാന്തരത്തോളം കണക്റ്റഡായി പോകുന്ന സിറ്റുവേഷൻസാണ്. ഓക്കെ, പല പല ആൾക്കാരുണ്ട്. എനർജി വാമ്പേഴ്സ് ഉണ്ട്. എനർജി വാമ്പേഴ്സ്, ഒരു മകൻ ജനിച്ചതിന് ശേഷം അവൻ മനസ്സിലാക്കിയാണ് കുറേ കഴിഞ്ഞിട്ട്, അയ്യോ ഞാനൊരു എനർജി വാമ്പയർ ആയിരുന്നു എന്ന്. ഒരു സൈക്കോപാത്ത്, അവൻ ജനിക്കുമ്പം അവനറിയത്തില്ല അവനൊരു സൈക്കോപാത്താണെന്ന്. കുറേ കാലം കഴിയുമ്പോഴത്തേക്കും അവന് മനസ്സിലാവണം ഞാനൊരു സൈക്കോപാത്തായിരുന്നു എന്ന്.
ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണി, അവൻ കുറേ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്ന ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ജന്മം സത്കൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത്. പാസ്റ്റിൽ അവൻ ആരോ ആയിരുന്നു കാണും, അല്ലെങ്കിൽ അവൾ ആരോ ആയിരുന്നു കാണും. ഈ ജന്മത്തിലായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമി വന്നത്. ഈ കാണുന്നതെല്ലാം എൻ്റെ സോൾമേറ്റുകളായിരുന്നു, എനിക്കിവരുമായിട്ടൊക്കെ കണക്ഷൻസ് ഉണ്ടായിരുന്നു. ജാതി മത വർഗ വർണ്ണ ഭാഷാ ഭേദമില്ലാതെ വോട്ട് ചെയ്യാനുള്ള അവകാശമല്ല, എന്തും ചെയ്യാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. അത് നിഷേധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അത് അടുത്ത ജന്മം അവരിറങ്ങി വരുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തായിരുന്നു സിറ്റുവേഷൻസ് എന്ന്. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൂവ് ഓൺ സിറ്റുവേഷനാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ എടുത്ത് കളയേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിലെങ്കിലും അടിമപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ തലമണ്ടയ്ക്ക് വിഷം അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വിഷം അടിച്ച് കയറ്റാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കളയേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓരോരുത്തരുടെ ലൈഫും ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്കിനി തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾക്കിനി തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര പാടായിരിക്കും. കാരണം ഡീമൻസ് 5 പേരുണ്ട്, പഞ്ചഭൂതങ്ങൾ 5 പേരുണ്ട്. അവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സംഭവം കാര്യങ്ങളൊന്നുമില്ല. തീ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? തീ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ പൊള്ളും. ഓക്കെ, വെള്ളത്തിൽ ചെന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിനും അതിൻ്റെതായ പവറുണ്ട്, കാറ്റിന് അതിൻ്റെതായിട്ടുള്ള പവറുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മൂവ് ഓൺ ടൈം. നിങ്ങളുടെ പാസ്റ്റും എല്ലാം മറന്ന് പുതിയൊരു ടൈമിലേക്ക് കയറേണ്ട സമയമാണ്. ഒരു ന്യൂ ബെർത്താണ്. നിങ്ങൾ എല്ലാം മറക്കണം. കാലത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പാസ്റ്റിൽ എന്താണോ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ വളർന്നു വന്ന സമയത്ത് അവർ പറഞ്ഞാണ് മതമാണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം പാർട്ടിപരമായിട്ടാണ് ഈ പാർട്ടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മറക്കണം. അതൊന്നുമില്ല. പുതിയ ജനറേഷനോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അതും ഇതുമായിട്ട് ജെല്ലായിട്ട് പോകാൻ പാടായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് ഇറ്റ്സ് എ മൂവ് ഓൺ ടൈം. നിങ്ങളെല്ലാം മൂവ് ഓൺ ചെയ്ത് കളയേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റൊക്കെ മറന്നിട്ട് റിലേഷൻഷിപ്പ് ആയാലും സിറ്റുവേഷൻസ് ആയാലും ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ എല്ലാം മൂവ് ഓൺ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ വന്നു പോയതിനെല്ലാം കാരണങ്ങളുണ്ട്. ഒരു വ്യക്തി വന്ന് എല്ലാം ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. സോ പാസ്റ്റ് മറന്ന് പുതിയൊരു ജേണിയിലോട്ട് കയറേണ്ട സിറ്റുവേഷനിലായിട്ട് കാണാം. നിങ്ങൾ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ പഴയ പാസ്റ്റ്, അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടായിരുന്ന ട്രോമാസ് കാര്യങ്ങൾ, അതൊന്നും ഇനി റിട്ടേൺ വരത്തില്ല. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആലോചിക്കും, അതേ ട്രോമ എനിക്ക് അതേ സിറ്റുവേഷൻ വരും, അതിന് ഹീൽ ചെയ്യണോ? ചൈൽഡ്ഹുഡ് ട്രോമാസ് ഞാൻ എങ്ങനെ ഹീൽ ചെയ്യും? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ മാറി യൂണിവേഴ്സലായിട്ട് തന്നെ നിങ്ങളെ മാറ്റി ചേഞ്ച് ആക്കി തന്നിട്ടുണ്ട് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മൂവ് ഓൺ ടൈം. നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ടൈം അതിന് വരാം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് 2026 പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്ന മേളിലിരുന്ന് കഴിഞ്ഞാലും അതെല്ലാം കുത്തിപ്പൊക്കപ്പെടും. ആ സിറ്റുവേഷൻസ് എല്ലാം മാറിയിട്ട് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളെ കൊണ്ട് ഒരു പെണ്ണ്, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പെണ്ണുങ്ങളെ കൊണ്ട് പെണ്ണുങ്ങൾ തന്നെ നാണം കെടുമെന്ന്. ആ പെണ്ണ് അങ്ങനെ ചെയ്യേണ്ട. ഓക്കെ, അത് വിടാം. ബട്ട് പാടാണ്. അത് പോലീസുകാരൻ ഒരുത്തന്നെ അടിച്ചാൽ പോലും ഇനി പാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട്. കാരണം ഇനി ഭരിക്കാൻ പോകുന്നത് ഡിവൈൻസ് ആണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡിവൈൻസ് ആണ്. ഡിവൈൻ്റെ കളി എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഒരു കളി നടക്കത്തില്ല അവരുടെ അടുത്ത്. നമ്മളെക്കാളും എത്രയോ ഓണം ഉണ്ട് വന്നവരൊന്നുമല്ല, അതിനേക്കാളും പണി അറിയാമെന്നുള്ള ആൾക്കാരാണ്. ഹോപ്പാണ് അവർ നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഹോപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് പണം തരും, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാം. ബട്ട് നിങ്ങൾ വേറൊരാളെ ഓർത്ത് നിങ്ങൾ ജീവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം. നിങ്ങൾ ഒരു സെക്കൻഡ് പോലും മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാഷൻ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ, അതെല്ലാം ഇവിടെ എഴുതി വെച്ച് അതിലോട്ട് മാത്രമായിരിക്കണം നിങ്ങളെ ഫോക്കസ് പോവേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാകും. നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തരും. അതിന് ചുക്കാൻ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. നിങ്ങളൊന്ന് ആഗ്രഹിച്ച് നോക്ക്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആരാവണം എന്നൊന്ന് ആഗ്രഹിച്ചു നോക്കും. നിങ്ങളുടെ ചുറ്റുപാടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ഹോപ്പ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. വലിയ ഒരു ഹോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഭയങ്കരമായിട്ടും പ്രണയിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലായിരിക്കണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് തന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മായാജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള മൂമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റേബിൾ ആവത്തുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. ഇവിടെ ഒരു പ്രോമിസിങ്, ഇവിടെ ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ വ്യക്തി പ്രോമിസ് ചെയ്യുന്നുണ്ട് ഞാനൊരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഞാൻ വരും എന്നുള്ളത്. ഇവിടെ ചില എനർജീസ് നിങ്ങളെ വിട്ടുപോയ എനർജീസായിട്ട് കാണാൻ പറ്റും. ടോട്ടലി വിട്ടുപോയത്, ഭൂമി വിട്ടുപോയത്, മരണപ്പെട്ടത്, അങ്ങനെയൊക്കെയുള്ള ചില എനർജീസ് എനിക്കിവിടെ വന്നു പോകുന്നത് കൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് കാണുന്ന ചില ആൾക്കാർക്ക് അത് കണക്റ്റഡ് ആവും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഇല്ല. നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടം ഉള്ള ഒരു ആളായിരുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിച്ചൊരു വ്യക്തിയായിരുന്നു. നിങ്ങളുടെ കൂടെ എപ്പോഴും വേണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ആ വ്യക്തി പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ആ വ്യക്തി മാറി നിൽക്കുന്നൊരു സിറ്റുവേഷനിലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ്. യെസ്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈൻ ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്ന റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രോമിസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, വേറുള്ള റിലേഷൻഷിപ്പാണ്, അതിന് ഉത്ഭവമുണ്ട്, ആരും വന്ന് തകർക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പിൽ. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ഇഷ്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണേറ്, കമ്പയർ, ദൃഷ്ടിദോഷം ഇതൊക്കെ വരും. അതായത് അവർക്ക് നിങ്ങൾക്കുള്ള സാധനം മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും പല സ്ഥലത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്കറിയാൻ പറ്റാത്ത ചില ഇഷ്യൂസ്, തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള സംസാരം കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ്, ഫാമിലി പരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ചില ഇഷ്യൂസും, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മാത്രം മറ്റൊരാളെ നിങ്ങളുടെ ലൈഫിലോട്ട് അടുപ്പിക്കാതെ നിങ്ങൾ രണ്ടുപേരും ഒരു ഈഗോ ക്ലാഷും ഇല്ലാതെ പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോമിസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു കേട്ടോ. സോ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നത്. എത്ര നാൾ വേണമെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ലോൺലെസ് ഫീൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡിവൈനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലും ഇനിയും ഒരുപാട് ടൈം പീരീഡ് ഉണ്ട് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പൂർവ്വജന്മ സുഹൃതം അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ കുറേ അധികം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, ഒരുപാട് സിറ്റുവേഷൻസും റിട്ടേൺ ലൂപ്പ് കണക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ വരുന്നുണ്ട്. സ്പിരിച്വൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഗുഡാണ്. റിലേഷൻഷിപ്പിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു എനർജി ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന എനർജി നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില ആരുടെയോ ഒരു ഈഗോ സ്റ്റേൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫിൽ വന്നുപെട്ട ചില സിറ്റുവേഷൻസ് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് വരുന്നതായിരിക്കാം. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാതെ നിന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വലിയ രീതിക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഒരുപാട് അവൈലബിൾ ആയി പോയത് കൊണ്ട് നിങ്ങളെ മുതലാക്കി എന്നുള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഇവിടെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളെ ബിൽഡ് ക്വാളിറ്റി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഫൗണ്ടേഷനായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു താഴ്ച ഉണ്ടാവുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം വ്യക്തമായിട്ടുള്ള മൂലാധാര സ്ട്രോങ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒന്നീ നിങ്ങൾക്ക് നോളജ് ഉണ്ടോ, ഒന്നീ നിങ്ങൾക്ക് പഠിത്തമുണ്ട്, നിങ്ങൾക്കൊരു കൈത്തൊഴിൽ അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലുവൻസിന് ചെയ്യാൻ പറ്റുന്നില്ല. ഫൗണ്ടേഷൻ ഉണ്ട്, അതായത് ഇരിക്കുന്ന പൊസിഷൻ ഓക്കെയാണ്, പക്ഷേ പൈസ എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. നിങ്ങളെ ഉള്ളിൽ നിങ്ങളെ ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഡൗൺ ആയി പോകുന്ന ഒരു എനർജി ആയിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ കരിയറിലായാലും ഫിനാൻസിലായാലും ഫ്യൂച്ചറിലായാൽ പോലും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ചില സിറ്റുവേഷൻ നിങ്ങൾ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയി പോകും. അതായത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല, നിങ്ങളുടെ ഉള്ളിലോട്ട് ഒരു സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ളൊരു കളിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു പ്ലാൻ നിങ്ങൾ ചെയ്തു വയ്ക്കും, പക്ഷേ നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു പ്ലാൻ ആയിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന. അങ്ങനത്തെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിലെ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈൻ ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും എനർജി ലോയിലിരിക്കുന്ന ഒരുപാട് എനർജി എനിക്കിവിടെ വേരിയേഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് ഡ്രൈൻ ആക്കുന്നുണ്ട് എനർജി. ഒരുപാട് ഡ്രൈൻ എനർജി ഉള്ള ആൾക്കാർ ഇത് കാണാൻ പറ്റും. നിങ്ങൾ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. അതായത് ഒരു ബാഡ് ആൻഡ് സിറ്റുവേഷൻസ്, നെഗറ്റീവ് മൂഡിൽ ഇരുന്നിട്ട് ഒരു ബാഡ് ആൻഡ് സിറ്റുവേഷനിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റും. ഓരോന്നും ചിന്തിച്ചിട്ടായിരിക്കാം, നെഗറ്റീവ് വരാൻ ആൾക്കാരുമായിട്ട് പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കാം, ചില ബാഡ് ആൻഡ് നിങ്ങൾക്ക് പറ്റാത്തൊരു സറൗണ്ടിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, കൊളീഗ്സിനെ കൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. ചില ആൾക്കാരെ അടുപ്പിച്ചതിൻ്റെ പേരിൽ, നിങ്ങളെ മനസാക്ഷി കൊണ്ട് ചില ആൾക്കാരെ നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ്, അത് നിങ്ങൾ അവസാനം കൊണ്ട് ഒരു ലൂപ്പിലാക്കി അവിടെ നിങ്ങൾ ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണാം. അപ്പം നിങ്ങൾക്ക് സമതലം തെറ്റിപ്പോകുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വേറെ എന്തൊക്കെയോ ചിന്തയിലായി പോകുന്നു, വേറെ എന്തൊക്കെയോ സിറ്റുവേഷനിൽ നിങ്ങൾ ആടായി പോകുന്നു, മറ്റൊരാളുടെ ലൂപ്പിലായി പോകുന്നു. അങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കരമായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്ലാനിങ് ഉണ്ടാകുന്നില്ല ലൈഫിൽ. ഒന്നും പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സ്റ്റക്ക് സിറ്റുവേഷനിലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം കാണാൻ പറ്റുന്നുണ്ട് മേജർലി. ഇവിടെ ഇപ്പോൾ മേജർലി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങണം, ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ തുടങ്ങണം, പക്ഷേ അതിനുള്ള ടൈം ആയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈം ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്, പാഷനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പക്ഷേ അതിന് വേണ്ടിയുള്ള എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഫിനാൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഒരു നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻസ് മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കിട്ടുന്നുള്ളൂ. ബട്ട് അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട്. ഒരു വീട് വയ്ക്കണം, ഒരു കാർ വാങ്ങണം, മറ്റുള്ളവരൊക്കെ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മേ ബി നിങ്ങളെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കർമ്മകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഫിനാൻസ് വരുന്നു പോകുന്നു, പക്ഷേ അതിന് മേലുള്ളൊരു ഫിനാൻസ് നിങ്ങൾക്ക് വരുന്നില്ല. വന്നിരിക്കുന്ന ഫിനാൻസ് തന്നെയാണ് പിന്നെയും ലൂപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരി നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു സക്സസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ. പറ്റുന്ന മറ്റുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് സക്സസ് ആയി പോകുന്നുണ്ട്, നിങ്ങൾക്ക് അതേപോലത്തെ ഒരു സക്സസ് ഉണ്ടാവുന്നില്ല എന്നാലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ചില സമയത്ത് ഉള്ളതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറയുകയും ചെയ്യും, അതുപോലെ തന്നെ ഇല്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുകയും ചെയ്യുന്ന ചില എനർജീസ് ആയിട്ട് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലൂപ്പ് സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര എനർജിയും ഭയങ്കര ബുദ്ധിയും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഈവൻ ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇത് കാണുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്നർലി വരുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഹാർട്ട് ചക്ര ഭയങ്കര ബ്ലോക്കേജാണ്, ഭയങ്കര വിഷമം, ഭയങ്കര ഈഗോ, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻ, എന്തോ ഒരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹാർട്ട് ചക്ര ടോട്ടലി ബ്ലോക്കേജ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണേറ്, ദൃഷ്ടിദോഷം, നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സക്സസ്സിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും തന്നെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ അത് ഭയങ്കരമായിട്ട് വ്യാസിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ മേജർലി കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത്
നിങ്ങൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കഴിഞ്ഞ ജന്മം എന്നല്ല, കഴിഞ്ഞ നിങ്ങൾ വന്ന, അതായത് നിങ്ങളുടെ 1-ാം വയസ്സ് തൊട്ട് ഈ ഒരു ഏജ് വരെയുള്ള നിങ്ങൾ പല നാച്ചുറൽ പരമായിട്ടുള്ള സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ യുഗം, അതുപോലെ തന്നെ എന്താ പറയുക, ഈ വിളക്ക് കത്തിച്ച് അങ്ങനത്തെ ഉള്ള യുഗം. സ്മെൽസ് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആയോ പണ്ട് ഈ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ പണ്ട് എനിക്ക് വന്നൊരു എനർജി, പണ്ട് നിങ്ങൾക്ക് വന്നൊരു ലൂപ്പ്, അതിലോട്ടൊക്കെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ഭയങ്കരമായിട്ട് ശ്രമിക്കും. 2026 ഈ ഒരു ടൈം പീരീഡ് കഥകണക്കൊക്കെ വരും. അതായത് ഒരു അപ്പൂപ്പനെ കാണുന്ന സമയത്ത് അയ്യോ പണ്ട് എൻ്റെ ആ അപ്പൂപ്പനെ കണക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ, പാസ്റ്റിൽ നിന്നും ഒരുപാട് ഓർമ്മകൾ കടഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റും. ഈവൻ സ്മെല്ല് വരെ, പണ്ട് നിങ്ങൾ ചന്ദനത്തിരിയുടെ മണം അതൊക്കെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരോ എനർജി റിലേറ്റഡ് ആവുന്നതിനൊക്കെ കാണും. നിങ്ങൾക്ക് പല ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. പല കഥകൾ കേൾക്കാൻ പറ്റും. പല നൊസ്റ്റാൾജിയപരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകും. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം വരാൻ വേണ്ടി തുടങ്ങും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരു മാനിഫെസ്റ്റേഷനിൽ പകരം ആകർഷണ നിയമം എന്ന് വേണം പറയാൻ. അതായത് നമ്മൾ ആകർഷിച്ചെടുക്കുന്ന, നമ്മളുടെ എനർജി കൊണ്ട് നമ്മൾ ആകർഷിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം വരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റുമായിട്ട് നിങ്ങളുടെ തന്നെ പല വെർഷൻ നിങ്ങൾക്ക് മാറി വരും. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പല കഴിവ് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് പാടാനുള്ള കഴിവുണ്ട്. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഡ്രൈവിങ്ങിന് കഴിവില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൻ്റെ കഴിവ് നിങ്ങൾക്ക് വരും. നിങ്ങൾ പോലും അറിയാതെ പല അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കും. സോ അതങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ പോലും അറിയാതെ പല മിറാക്കൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കത്തില്ല നടക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് വേറൊന്നായിരിക്കും നടക്കുന്നത്. നിങ്ങൾ നടക്കൂല എന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും, നിങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്ന കാര്യം നടക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനത്തെയൊക്കെ ചില സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി അതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എത്തിപ്പെടുന്ന സിറ്റുവേഷൻ വേറെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനമല്ല, നിങ്ങളുടെ നിയോഗം നിങ്ങളെ വിധിയായിട്ട് എത്തിപ്പെടുന്നതാണ്. സോ അതായിരുന്നു ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനി പ്രകാരം നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനുകൾ കടന്നു പോകേണ്ടി വരും. ഒരുപാട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. ഒരുപാട് ആൾക്കാർ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരും. ഗുരുപരമായിട്ടൊക്കെ ഒരുപാട് സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ പഴയ ട്രോമാസും കാര്യങ്ങളെല്ലാം മറന്നതിന് ശേഷം പുതിയൊരു ടൈം പീരീഡിലോട്ട് കടക്കേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഒരു ഏഞ്ചൽ മെസ്സേജ് കൂടെ നിങ്ങൾക്ക് എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ മാസ്കും മറയും എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളെ ഈ സമയം നിങ്ങളാക്കി മാറ്റുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. ഹെൽത്തിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. നടക്കാൻ പോവുക, കോൺസെൻട്രേഷൻ യുവർ മൈൻഡ്, അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. ഹെൽത്ത് കൂടുതലും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരുടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ക്ഷമിച്ച് കളയാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹം സഫലമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും. അതിനെന്തെങ്കിലും കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് ചേരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളിലോട്ട് വരും. ഈ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ആയിട്ട് നിങ്ങളെ ഒരു എനർജി വന്ന് സംരക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഡിവൈൻ ആരാണോ, നിങ്ങളുടെ നാച്ചുറൽ ആരാണോ, പ്രപഞ്ചത്തിനെ പ്രപഞ്ചമായിട്ട് കണ്ട് നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ള ജീവജാലങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം ഒരു ജീവനാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. എല്ലാവരെയും അതിൻ്റേതായിട്ടുള്ള ബേസിൽ അവരവരുടെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കും. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒന്നും ബോധേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാണ്ടിരിക്കുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ, സി യു. ആരെയും ഉപദ്രവിക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നെത്തും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു. എല്ലാവർക്കും നന്ദി. എല്ലാ സോളിനും ഒരുപാട് നന്ദി.